ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കുന്നില്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെ ഇഡലിയും ചട്നിയായിരുന്നു കേട്ടോ. സാമ്പാറായിരുന്നു കുറച്ചും കൂടെ മാച്ചിങ്, പക്ഷേ ചട്നിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഫസ്റ്റായിട്ട് തന്നെ തുണി അലക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ. കുറച്ചധികം തുണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ പണി ആദ്യം കഴിയട്ടെ എന്ന് വിചാരിച്ചു. രാവിലെ തന്നെ തുണി അലക്കാൻ വേണ്ടി ഇട്ടു. അതൊക്കെ പിന്നെ വിരിച്ചിട്ടു. അതിനുശേഷം വലിയൊരു ടാർഗറ്റായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നിറച്ചും കരിയിലച്ചപ്പ് ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിയും അമ്മമ്മയും കൂടി അടിച്ചു വരേണ്ട പരിപാടിയിലേക്ക് പോയി കേട്ടോ. ഇത് നമ്മുടെ കോവിലാണ്. അതിൻ്റെ അടുത്ത് തന്നെ കുറേ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മരം അടുത്തായിട്ട് മുറിക്കും, കാരണം അതിൻ്റെ അടിയെല്ലാം ഫുൾ ഇളക്കിയിട്ടുള്ളത്, അത് നേരെ വീട്ടിലോട്ടൊക്കെ വീഴുക. അതുകൊണ്ട് അത് മുറിക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ കണിക്കൊന്നും നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനി വിഷു ആകുമ്പോഴത്തേക്കും ഒറ്റൊരു പൂവ് പോലും അതിലുണ്ടാവില്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, വിഷുവിന് മുന്നേ നന്നായിട്ട് കായ്ക്കും, വിഷു ആകുമ്പോഴത്തേക്കും ഒരു പൂവ് പോലും ഉണ്ടാവില്ല. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ താഴേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഇടിച്ചക്കയൊക്കെ വെച്ച് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് അമ്മ പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മമ്മയും മോളും കൂടി ഇടിച്ചക്ക പറിക്കേണ്ട യുദ്ധത്തിലായി. അങ്ങനെ ഇടിച്ചക്കയൊക്കെ പറിച്ചു. ആമി ഇടിച്ചക്കയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. എന്തോ വലിയ സാധനം കിട്ടിയ പോലെയായിരുന്നു ആമിക്ക്. അങ്ങനെ അതിൻ്റെ അരക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു. ഇത് ലൂണ ബേബിക്ക് ഇടിച്ചക്ക കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ ഇതാട്ടോ. ദേഷ്യം വന്നിട്ട് ചാടിക്കയറുക. അപ്പോഴേക്കുമാണ് ആമയുടെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുക കേട്ടോ. ഇതാ ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം പിന്നെ അവിടെ ഡാൻസ് തുടങ്ങിയേ. പിന്നെ നമ്മൾ കുക്കിങ്ങിലേക്ക് കടന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സാമ്പാർ വെക്കണം. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് സാമ്പാർ വെക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അതിനമ്മ തേങ്ങയെല്ലാം വറുത്ത് അരക്കാൻ വേണ്ടി നോക്കുവാണ്. ഒരു ഭാഗത്ത് ചോറും റെഡിയാകുന്നുണ്ട്. സാമ്പാറിൻ്റെ മുഴുവൻ കഷ്ണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ഏകദേശം വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തക്കാളി, മുരിങ്ങക്കായും, പിന്നെ ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സാമ്പാറിൽ ഏറ്റവും ഇഷ്ടം മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും കേട്ടോ. അമ്മയുടെ ഒരു സ്പെഷ്യൽ സാമ്പാറാണ്. ആദ്യം മെയിൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുത്ത് എല്ലാം കൊണ്ടിട്ടോ അമ്മ സാമ്പാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് മെയിൻ പരിപാടി ഉണ്ടായിരുന്നത്. ചക്ക പഴുത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ചക്കയപ്പം ഉണ്ടാക്കാറോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചക്കയപ്പക്കറ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടിയാണ് കുളിയൊക്കെ കഴിഞ്ഞ് കുടുംബശ്രീക്ക് പോകണം. അപ്പോൾ കുടുംബശ്രീക്കെല്ലാം പോയി വരുമ്പോഴത്തേക്കും നമ്മൾ ചക്കയപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി കുടുംബശ്രീക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ആമിക്കും ഉണ്ട് കേട്ടോ ചെറിയ സംഘം, ബാലസംഘം ഉണ്ട്. അതിനാട്ടോ അവളെയും കൂടെ കൂട്ടുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ക്ലബ്ബിലെത്തി. സംഘമൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. സംഘമൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് നടക്കുവാണ്. ആമിക്ക് പിന്നെ നടത്തമല്ല, ഓട്ടമാണ് ഉണ്ടായിരുന്നത്. ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ആ സമയത്ത് ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നില്ല, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, കുട്ടികൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ കളിക്കാൻ വരും. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വെള്ളവും വേണം കേട്ടോ. തണുത്ത വെള്ളം തന്നെ വേണം. അവർക്കായിട്ട് തന്നെ 3-4 കുപ്പി ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്കാണ് വെള്ളം. അങ്ങനെ വീട്ടിലെത്തി. ലൂണ ബേബി കാത്തിരിക്കുമായിരുന്നു കേട്ടോ. ഒറ്റക്കാകുമ്പോൾ അവൾക്ക് എന്തോ പോലെയാണ്. അവൾക്ക് എപ്പോഴും ഒരാളെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അതിന് ശേഷം ഒരു മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. ഇളം ചെനച്ച മാങ്ങ എന്നൊക്കെ പറയില്ലേ, ഏകദേശം ഒരു പഴുപ്പ് വന്ന മാങ്ങയായിരുന്നു. അത് ഉപ്പും ഇതൊക്കെ ഇട്ട് സെറ്റാക്കി മുളക് പൊടിയൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ. ചായയൊക്കെ ഇടയ്ക്കിടയ്ക്കേ കുടിക്കലുള്ളൂ, സ്ഥിരം ചായ ഒന്നും വേണ്ട. ഏട്ടൻ നല്ല നാരങ്ങ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നല്ല മുഴുത്ത നാരങ്ങയായിരുന്നു. അത് അച്ചാറിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതൊക്കെ പുഴുങ്ങി മുറിച്ച് സെറ്റാക്കി വെച്ചു. എന്നിട്ട് അച്ചാറിൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ടോ. അങ്ങനെ അച്ചാറൊക്കെ റെഡിയായി. അപ്പോഴാണ് കേട്ടോ മഴ വരുന്നത്. നല്ല കാറ്റും മഴയും ഇടിയായിരുന്നു. കറണ്ടും കാര്യങ്ങളൊക്കെ ഇതാന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല മഴയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.